ഞാൻ കാണുന്നത് വെച്ചാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത്, ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്. എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തോണും ചാരി നിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന സീനുണ്ട്. ഞാൻ ഇത് അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ഇത് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടു ഞാൻ ഇവനോട് ചോദിച്ചിട്ട് അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറിയെന്ന് ആലോചിക്കുക, ഇത് എന്തിനാണ് ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാളിങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഒരു ദിവസം പറയുന്നു, നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി പോവാ, അത്രയല്ലേ ഉള്ളൂ. ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം സിദ്ദിഖ, ദിലീപേട്ടൻ. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന വെച്ചാൽ സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പൊ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. അപ്പൊ ഷാരിസ് വന്നിട്ട് പറയും, ഇവിടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. അപ്പം ദിലീപേട്ടനും സിദ്ദിഖും ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, പഴയ സാധനമൊക്കെ വേണ്ട. സീരിയസ് ആയിട്ട് എടുക്കില്ല, തമാശ. നിങ്ങളുടെ രണ്ടുപേരും കോമഡി ഇല്ലാത്തോണ്ട് അപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും, ഞാൻ കാണുന്നത് വെച്ചാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത്, ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്. എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തോണും ചാരി നിന്നിട്ട്